കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാറാവൽ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ലാറാവലിന്റെ റൗട്ടിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലാറാവലിൽ നമ്മൾ ഏത് പേജോ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനൊരു റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ റൂട്ട് വഴിയാണ് അത് ലോഡ് ആവുന്നത്. ഇതിവിടെ കണ്ടില്ലേ, ഇവിടെ റൂട്ട് കൊടുത്തിട്ടുണ്ട്. വെൽക്കം, അതായത് ഹോം പേജ് ലോഡ് ആവാനുള്ള റൂട്ടാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റൂട്ട് ഗെറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ദെൻ റിട്ടേൺ വ്യൂ വെൽക്കം. വെൽക്കം എന്ന് പറയുന്ന പേജ് റിസോഴ്സിനകത്താണ് ഉണ്ടാവുക. റിസോഴ്സ് വ്യൂ കണ്ടില്ലേ, വെൽക്കം എന്നുള്ള പറയുന്ന ഈ പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ബ്രൗസറിൽ കാണാൻ പറ്റും. ഈ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഈ പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടാണ് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ ഇവിടെ വേറെ എന്തെങ്കിലും കൊടുത്താൽ അത് വർക്ക് ആവില്ല. ഓക്കെ, ഇൻസേർട്ട് എന്ന് കൊടുത്തു, കണ്ടില്ലേ, നോട്ട് ഫൗണ്ട് എന്നാണ് വരുന്നുള്ളത്. അത് വർക്കായില്ല. അതിന്റെ റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പുതിയൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം ഈ കോഡ് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ സാമ്പിൾ എന്ന് കൊടുത്തു. അതിനുശേഷം വെൽക്കം എന്നുള്ള ഈ പേജിന് പകരം സാമ്പിൾ എന്നുള്ളൊരു പേജ് ലോഡ് ആവാനാണ് കൊടുത്തത്. ബട്ട് നമ്മൾ ഇതുവരെ സാമ്പിൾ എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വ്യൂക്കകത്ത് നമുക്ക് സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലാറാവലിൽ നമ്മൾ ഏത് വ്യൂ പേജ് സേവ് ചെയ്യുന്ന സമയത്ത് .plate.php എന്ന എക്സ്റ്റൻഷൻ വെച്ച് വേണം സേവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിന് .plate.php എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. സാമ്പിൾ പേജ്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. കണ്ടില്ലേ, സാമ്പിൾ എന്ന് പറയുന്ന പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് റൂട്ട് കൊടുക്കുക. അതായത് സാമ്പിൾ URL-നകത്ത് സാമ്പിൾ എന്നുള്ള വേർഡ് വരുന്ന സമയത്ത് റിട്ടേൺ വ്യൂ ആയിട്ട് വ്യൂ എന്ന ഫോൾഡറിനകത്തുള്ള സാമ്പിൾ എന്നുള്ള ഫയൽ ലോഡായി വരണം, വ്യൂ ആയി വരണം എന്നാണ് ഈ റൂട്ട് കൊടുക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫോൾഡർ വ്യൂസിനകത്ത് ഇപ്പോൾ നമ്മൾ വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അഡ്മിൻ വ്യൂസിന് ഒരു ഫോൾഡറും യൂസേഴ്സിന്റെ വ്യൂസ് കാണാൻ വേണ്ടി മാത്രം വേറൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ആ ഫോൾഡർ അതെങ്ങനെയാ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ വ്യൂസിനകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ യൂസർ എന്ന് കൊടുത്തു. ദെൻ യൂസറിനകത്താണ് ഞാനിപ്പോൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനതിന് കോണ്ടാക്ട് എന്ന് കൊടുത്തു. കോണ്ടാക്ട് .blade.php എന്ന് കൊടുത്തു. അതിനകത്ത് ഞാൻ കോണ്ടാക്ട് പേജ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ പേജ് വ്യൂ ചെയ്യിപ്പിക്കാനുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ സാമ്പിളിന് പകരം കോണ്ടാക്ട് URL ആയി കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇനി നമ്മളിപ്പോൾ വ്യൂ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ വ്യൂ കഴിഞ്ഞ് ഡയറക്റ്റ് നമുക്ക് പേജിന്റെ നെയിം കൊടുക്കാൻ പറ്റൂല. എന്തെന്ന് വെച്ചാൽ ഒരു ഫോൾഡറിനകത്താണ് നമ്മുടെ പേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഫോൾഡർ നെയിം കൂടി കൊടുക്കണം. യൂസർ എന്ന ഫോൾഡർ കൊടുക്കണം. ദെൻ ഡോട്ട് വെച്ച് ആ പേജിന്റെ നെയിം കൊടുത്താൽ മതി. കോണ്ടാക്ട് എന്നാണ് പേജിന്റെ നെയിം നമ്മൾ കൊടുത്തത്. ഓക്കെ, സേവ് ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
കണ്ടില്ലേ, കോണ്ടാക്ട് പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ലാറാവെല്ലില് റൂട്ടിംഗ് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.